ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഒരാൾ കൂടി മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. കോമണർ കാറ്റഗറിയിൽ ഹൗസിലേക്ക് കയറിയ റസ്മി ഫായിയാണ് പുറത്തായത്. 71 ദിവസത്തോളം ഹൗസിൽ നിന്ന് റസ്മിനാണ് ഇന്ന് സീസണിൽ ഏറ്റവും കൂടുതൽ തവണ പവർ റൂം അധികാരം ഉപയോഗിക്കാൻ അവസരം കിട്ടിയ വ്യക്തി. തുടക്കത്തിൽ റസ്മിന്റെ ഗെയിമിന് പ്രേക്ഷകർ പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഗബ്രി ജാസ്മിൻ കോംബോയുടെ ഭാഗമായി റസ്മിൻ സംസാരിച്ചു തുടങ്ങിയതോടെ അത് കുറയുകയായിരുന്നു. പലപ്പോഴും ഒരു മത്സരാർത്ഥിയായിട്ടില്ല. ഗബ്രി, ജാസ്മിൻ, നോറ തുടങ്ങിയവർക്കുള്ള കംഫർട്ട് സോൺ എന്ന രീതിയിലാണ് റസ്മിൻ പ്രവർത്തിച്ചിരുന്നത്. പലപ്പോഴും ജാസ്മിനും ഗബ്രിക്കും വേണ്ടി മറ്റുള്ളവരോട് വഴക്കിട്ടിരുന്നതും റസ്മിനായിരുന്നു. ബിഗ് ബോസ് മലയാളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവുമധികം ദിവസം നിന്ന കോമണർ മത്സരാർത്ഥിയായ റസ്മിൻ ഇപ്പോഴത്തെ ഹൗസിലെ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കിട്ടിരിക്കുകയാണ്. ഹൗസിലെ ഓരോ മത്സരാർത്ഥിയെക്കുറിച്ചും തന്റെ പ്രിയ സുഹൃത്തുക്കളെക്കുറിച്ചുമെല്ലാം റസ്മിൻ സംസാരിക്കുന്നു. തനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സുഹൃത്തുക്കളെയാണെന്ന് റസ്മിൻ പറയുന്നുണ്ട്. താരത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് പോവാം. 73 ദിവസം വീട്ടിൽ നിന്നും അതൊരു സ്വപ്നം പോലെയായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഹൗസിൽ വെച്ചുണ്ടായി. പല കാര്യങ്ങളും ക്ഷമയോടെ ഇരുന്ന് മനസ്സിലാക്കി. ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് എൻ്റെ ഉമ്മയെ കൊണ്ടുവരാൻ പറ്റി. ഔട്ടായി എങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ലാൽ സാറിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് നേരിട്ട് ഒരു വിഷ് കൊടുക്കാൻ പറ്റി. അതൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. ഹൗസിൽ വന്ന തുടക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പാടായിരുന്നു. എനിക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് ഞാൻ ഹൗസിൽ വന്ന ശേഷം മനസ്സിലാക്കി. ഹൗസിൽ കയറിയ ശേഷം എനിക്ക് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എന്താണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. നല്ല സുഹൃത്തുക്കളെ കിട്ടി. അതുപോലെ ഞാൻ എന്താണെന്ന് എനിക്ക് തന്നെ ഫാമിലിയോട് പറയാൻ പറ്റി. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഹൗസിൽ നിന്നത്. ഫേക്കായി നിന്നിട്ടില്ല. ഗബ്രിയും ജാസ്മിനും എന്നെ ഉപയോഗിക്കുകയാണോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നീട് അത് മാറി. എപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങളെക്കാൾ ഫോക്കസ് കൊടുത്തിരുന്നത് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾക്കാണ്. അതുപോലെ ജാസ്മിനെയും നോറയും ആളുകൾ ഓവറായി അറ്റാക്ക് ചെയ്യുന്നതായി തോന്നിയിട്ടുമുണ്ട്. അവർക്കൊപ്പം ഞാൻ നിന്നിട്ടുമുണ്ട്. പവർ ടീമിൽ കയറിയ ശേഷമാണ് ജിൻഡോ ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. യഥാർത്ഥ സ്വഭാവം ജിൻഡോ കാണിച്ചു തുടങ്ങിയത് അപ്പോൾ മുതലാണ്. പുള്ളി കണ്ടന്റിനു വേണ്ടി എന്തും ചെയ്യും. പുള്ളി പറയുന്നതും ചെയ്യുന്നതും കാണുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നും. അപ്സര എൻ്റെ നല്ല സുഹൃത്താണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള ആളാണ് അപ്സര. അതുകൊണ്ട് അപ്സരയെ ഞാൻ മിസ് ചെയ്യും. ശ്രീധുവിനെയും ജാസ്മിനെയും അർജുനെയും റോറയും മിസ് ചെയ്യും. അതുപോലെ സിജോ എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. സായി നല്ലൊരു ഗെയിമറാണ്. ജെന്യുവിനായിട്ടാണ് നിൽക്കുന്നത്. ജാസ്മിനും അപ്സരയും അർജുനും ശ്രീധുവും നോറയുമാണ് ജെനുവിൻ. അതുപോലെ നോറ ശരിക്കും ഇങ്ങനെയല്ല. വളരെ സൈലൻ്റായ കുട്ടിയായിരുന്നു. പക്ഷേ ഗെയിമിൽ വന്ന ശേഷം എല്ലാം നോറ പേഴ്സണലായി എടുക്കുന്നു. എന്നെ ഏറ്റവും വിഷമിപ്പിച്ച സംഭവം ജാസ്മിനെ ഞാൻ പിടിച്ച് തള്ളിയ സംഭവമായിരുന്നു. പുറത്തായതിൽ ആരോടും എനിക്ക് പരിഭവമില്ല, റസ്മിൻ പറയുന്നു.